കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം രാഹുലിനെ മാറ്റി നിർത്താനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുമ്പോഴും പാലക്കാട്ടെ കോൺഗ്രസ് നേതൃത്വം പ്രത്യേകിച്ചും പാലക്കാട് കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റി ഇപ്പോൾ രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് രാഹുലിനെ നേരിട്ട് വീട്ടിലേക്ക് എത്തി സന്ദർശിച്ചിരിക്കുകയാണ്. ഇന്നലെയാണ് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ടുള്ള CV സതീഷ് അതുപോലെ തന്നെ വിവിധ മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെ 6 അംഗ സംഘം രാഹുലിന്റെ അടൂരിലെ വീട്ടിലേക്ക് എത്തുകയും രാഹുലിന് പിന്തുണ അർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. കോൺഗ്രസ് നേതൃത്വം മാറ്റി നിർത്തിയാലും തങ്ങളൊപ്പമുണ്ട് എന്നുള്ള കാര്യം ഈ നേതാക്കൾ രാഹുലിനെ നേരിട്ട് കണ്ട് തന്നെ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല രാഹുൽ മണ്ഡലത്തിലേക്ക് എത്തിയാൽ നടക്കാൻ പോകുന്ന പരിപാടികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ആയിട്ടുണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റായിട്ടുള്ള CV സതീഷ് അതുപോലെ തന്നെ വിവിധ മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെ 6 അംഗ സംഘമാണ് ഇന്നലെ രാഹുലിനെ അടൂരിലെ വീട്ടിലേക്ക് എത്തി സന്ദർശിച്ചത്. രാഹുൽ ഇന്നലെ ഈ ശബരിമലയിലേക്കെല്ലാം പോകുന്നതിന് മുമ്പാണ് ഇത്തരത്തിലൊരു സന്ദർശനം നടന്നിട്ടുള്ളത്. നമ്മൾ ഇത്തരത്തിൽ സന്ദർശനം നടത്തിയിട്ടുള്ള കോൺഗ്രസ് നേതാക്കളുമായി സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് തിരുവനന്തപുരത്തേക്ക് മറ്റൊരു കാര്യത്തിന് വേണ്ടി പോകുന്നതിനിടയിൽ വളരെ സൗഹൃദപരമായിട്ടുള്ള സന്ദർശനം നടത്തിയെന്നല്ലാതെ മറ്റൊരു കാര്യങ്ങളും ചർച്ചയായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ കൃത്യമായി തന്നെ ആ സന്ദർശനത്തിൽ അങ്ങനെ നമ്മൾ കാത്തിരുന്ന ദിവസം അടുത്തു വരികയാണ്. അതായത് പാലക്കാട്ടിന്റെ മണ്ണിലേക്ക് രാഹുൽ മാങ്കൂട്ടം വന്നിറങ്ങാൻ പോവുകയാണ്. നിയമസഭയിലേക്ക് വരുമോ, വരില്ല, വരാതിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ ചർച്ചകൾ ചെയ്ത് അവസാനം ഒരു 20 മിനിറ്റ് സഭ തുടങ്ങി ഒരു 20-ാം മിനിറ്റിൽ മാസ് എൻട്രിയുമായി നിയമസഭയിൽ എത്തിയ വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ മണ്ഡലമായ തന്നെ വിജയിപ്പിച്ചു വിട്ട് ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇറങ്ങുകയാണ്. പാലക്കാടിന്റെ മണ്ണിലേക്ക് അയാൾ വരികയാണ്. അവിടെ അയാൾക്ക് ഒരുപാടധികം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. തുടങ്ങി വെച്ചതും അയാൾ ആഗ്രഹിച്ചതും അയാൾ പ്ലാൻ ചെയ്തതുമായ ഒരുപാടധികം പ്രവർത്തനങ്ങൾ അയാൾക്ക് പൂർത്തീകരിക്കാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട്ടേക്ക് അയാൾ വണ്ടി കയറുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ ഇന്നലെ അയാളുടെ വടൂരിലെ വീട്ടിലേക്ക് പാലക്കാട്ട് നിന്നുള്ള ചില കോൺഗ്രസ് നേതാക്കൾ എത്തി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട്ടെ വീട്ടിൽ അടൂരിലെ വീട്ടിലെത്തി അവർ സന്ദർശിച്ചു. ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ചർച്ച ചെയ്ത കാര്യങ്ങൾ മറ്റൊന്നുമല്ല, അത് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തണമെന്നോ അല്ലെങ്കിൽ അയാൾ പാലക്കാട്ടേക്ക് വരണ്ട എന്നുള്ളതോ ഒന്നുമില്ല. മറിച്ച് പാലക്കാട്ടിന്റെ മണ്ണിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിറങ്ങുമ്പോൾ ഏത് തരത്തിലുള്ള സ്വീകരണങ്ങൾ ഒരുക്കണമെന്നും അതുപോലെ എന്തൊക്കെ പരിപാടികളാണ് അവിടെ സംഘടിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ചർച്ചയായിരിക്കുന്നത്. ആ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തമായ തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ള സൂചനകളുമാണ് ലഭിക്കുന്നത്. അതായത് പാലക്കാടിന്റെ മണ്ണിലേക്ക് രാഹുൽ മാങ്കൂട്ടം തിരിച്ചെത്തുന്നു. ഇപ്പോ രാഹുൽ ശബരിമല സന്ദർശനത്തിന് പോയിരിക്കുകയാണ്. ഈ സന്ദർശനം കഴിഞ്ഞാൽ ഉടനെ ഇന്ന് വ്യാഴാഴ്ചയാണ്. സന്ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തിയ ഉടനെ അയാൾ പാലക്കാട്ടിന്റെ മണ്ണിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അതായത് ഓഗസ്റ്റ് 20-ന് ഈ രാഹുലിനെതിരെ ഈ ഒരു ആരോപണ കോലാഹലങ്ങൾ ഉയരുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലൊരു ആരോപണങ്ങൾ ഇതിന്റെയൊക്കെ പുറകിൽ ഇതിൽ കോൺഗ്രസിന് ചില എടുത്തു ചാടിയുള്ള തീരുമാനം അല്ലെങ്കിൽ കാള പറ്റൂ എന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കുന്ന രീതിയിലായിരുന്നു കോൺഗ്രസിന്റെ തീരുമാനം എന്നുള്ളതാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സോഷ്യൽ മീഡിയകളിലൂടെ ഇത്തരത്തിൽ സജീവമായ ഈ വ്യാജഗർഭവും ഈ അബോഷനും ഒക്കെ ചർച്ചകൾ ഈ CPM ഹാൻഡിലുകളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് മാസങ്ങളായിട്ട് അതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തിയിട്ടും അതൊന്നും എവിടെയും എത്താതെ വന്നു പോയപ്പോഴാണ് ഇത്തരത്തിൽ പരാതിയില്ലാത്ത നിയമപരമായ കാര്യങ്ങളിലേക്ക് ഞാനില്ലെന്ന് അവകാശപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് വെറും ഊഹാപോഹങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായത്. ആ ഓഗസ്റ്റ് 20-ന് ഈ കോലാഹലങ്ങൾ തുടങ്ങുന്നതിന് തൊട്ടു മുൻപാണ്, അതായത് ഓഗസ്റ്റ് 17-നാണ് രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ടിന്റെ മണ്ണിൽ ഒരു ഭവന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ച് 3 ദിവസങ്ങൾക്ക് പിന്നെയാണ് ഈ ആരോപണങ്ങൾ ഉയരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ആ തുടങ്ങി വെച്ച 20 വീടുകൾ നിർമ്മിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞ ആ 20 വീടുകളുടെ നിർമ്മാണം തുടങ്ങി വെച്ചിരിക്കുന്ന ആ പദ്ധതി അത് പൂർത്തീകരിക്കണം. അതാണ് രാഹുലിന്റെ പ്രൈം ഒബ്ജക്റ്റ് ആയിട്ട് പാലക്കാട് മണ്ഡലത്തിൽ രാഹുലിന് ചെയ്യാനുള്ളത്. അതോടൊപ്പം തന്നെ വിവിധ പദ്ധതികളുണ്ട്. എഡ്യൂക്കേഷണൽ വിദ്യാഭ്യാസ സഹായവുമായി ബന്ധപ്പെട്ടുള്ള ചില പദ്ധതികളുണ്ട്. അതുപോലെ അതല്ലാത്ത ഒരുപാടധികം പദ്ധതികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി എന്ന് പറയുന്നത് ഈ 20 വീടുകളുടെ നിർമ്മാണമാണ്.
നടൻ ആസിഫ് അലി വന്നുകൊണ്ടാണ് ഈ ഒരു ഭവന നിർമ്മാണ പദ്ധതിയുടെ ഉദ്ഘാടനമൊക്കെ അദ്ദേഹം തുടങ്ങി വെച്ചത്. അപ്പൊ ഈ തുടങ്ങി വെച്ച പദ്ധതികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ പദ്ധതികളല്ലാതെ പാലക്കാട്ട് തനിക്ക് വോട്ട് ചെയ്ത് തന്നെ വിജയിപ്പിച്ച പാലക്കാട്ടിലെ നാട്ടുകാരുടെ ആവശ്യങ്ങൾക്കൊക്കെ ഒപ്പം നിൽക്കേണ്ടതുണ്ട്. ഇപ്പോ അവിടെ ഒരു ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത്, ഈ കോലാഹലങ്ങളൊക്കെ ഉണ്ടായപ്പോഴും മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം മാറി നിന്നപ്പോഴും അപ്പോഴൊക്കെ പാലക്കാട് MLA ഓഫീസ് സജീവമായി പ്രവർത്തിക്കുകയായിരുന്നു എന്നുള്ളതാണ്. പാലക്കാട് MLA ഓഫീസ് അടച്ചിട്ടിട്ടില്ല, അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് യാതൊരുവിധ മുടക്കവും വന്നിട്ടില്ല. അത് സജീവമായി അവിടുത്തെ പ്രവർത്തകരുടെ അല്ലെങ്കിൽ അവിടുത്തെ പാലക്കാട്ടുകാരുടെ ഒക്കെ ആവശ്യങ്ങൾക്കും അവരുടെ പരാതികൾ കേൾക്കുവാനും ഒക്കെ വേണ്ടിയുള്ള സജീവമായ ഇടപെടലുകൾ പാലക്കാട് ഓഫീസ് നടത്തിയിരുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അപ്പോഴും പാലക്കാടിന്റെ മണ്ണിൽ രാഹുൽ മാങ്കൂട്ടം ഇല്ലെന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും അദ്ദേഹം തന്റെ പ്രവർത്തനങ്ങളോ MLA എന്നുള്ള രീതിയിൽ പാലക്കാട് ചെയ്യാവുന്ന കാര്യങ്ങളിലൊന്നും യാതൊരുവിധ മുടക്കങ്ങളും അതിൽ വരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഈ തുടങ്ങി വെച്ചിരിക്കുന്ന ഈ വീട് നിർമ്മാണ പദ്ധതി, ആ പദ്ധതി അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. MLA ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്, ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്, ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോഴും അദ്ദേഹം പാലക്കാടില്ല എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി തന്നെ അവിടെ നിലനിൽക്കുകയായിരുന്നു. എന്താണെങ്കിലും അതിനൊക്കെ വിരാമമായിരിക്കുകയാണ്. നിയമസഭയിലേക്ക് അദ്ദേഹം വന്നതോടുകൂടി പാലക്കാട്ട് ശനിയാഴ്ച എത്തുമെന്നൊക്കെയുള്ള അഭ്യൂഹങ്ങളൊക്കെ പരക്കുന്നുണ്ട്. അത് ശനിയാഴ്ചയാണോ ഇനി ഞായറാഴ്ചയാണോ അതിന് മുമ്പുള്ള ദിവസങ്ങളാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടതുണ്ട്. അതൊക്കെ ഇനിയിപ്പോ രാഹുൽ വരുമ്പോഴാണ് നമുക്കറിയാൻ പറ്റുന്നത്. എന്തായാലും പാലക്കാട്ടേക്ക് തിരിച്ചുവരവിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പാലക്കാട്ടേക്ക് അദ്ദേഹം വരുമ്പോൾ അവിടെ പങ്കെടുക്കേണ്ട പരിപാടികൾ, ബാക്കിയുള്ള പ്രോഗ്രാമുകൾ, അതിനോടൊപ്പം തന്നെ പാലക്കാട്ടെ BJPയും CPMഉം പല രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് വരും. ആ കാര്യത്തിലൊന്നും ഒരു സംശയവുമില്ല. അപ്പോ ഈ പ്രതിഷേധങ്ങളെയും ഒക്കെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ള കാര്യങ്ങൾ പോലും നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതിന് പാലക്കാട്ടെ പ്രാദേശിക നേതാക്കൾ, പാലക്കാട്ടെ ജനങ്ങൾ, പാലക്കാട്ടെ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഒക്കെയുള്ള ഒരു വലിയ പിന്തുണ അത് രാഹുലിനെ ഈ നേതൃത്വം അറിയിച്ചു എന്നുള്ളത് തന്നെയാണ്. പാലക്കാടിന്റെ മക്കൾ, പാലക്കാട്ടെ ജനങ്ങൾ, അവരുടെ ആവശ്യം രാഹുൽ പാലക്കാട്ടേക്ക് എത്തണം എന്ന് തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ തർക്കവുമില്ല. എന്താണെങ്കിലും ഇപ്പൊ ശബരിമല സന്ദർശനത്തിന് പോയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടം ഈ സന്ദർശനം കഴിഞ്ഞാൽ ഉടനെ പാലക്കാട്ടേക്ക് യാത്ര തിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നതും നമ്മൾക്ക് വ്യക്തമാകുന്നതും. ഇവിടെ ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഷനിലാണ്. അവിടെ പാർട്ടി ഇപ്പോ രാഹുൽ എവിടെയും പങ്കെടുക്കേണ്ട എന്നുള്ള ഒരു അർത്ഥത്തിൽ മാറി നിൽക്കണമെന്നുള്ള ഒരു അർത്ഥത്തിലാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെയാണെങ്കിലും പാലക്കാട്ടെ കോൺഗ്രസ് ഈ ഒരു വരവിന് രാഹുലിന് പിന്തുണ നൽകാൻ, രാഹുലിന് വേണ്ട സംരക്ഷണം ഒരുക്കാൻ, രാഹുലിനെ പ്രതിരോധിക്കാൻ പാലക്കാട്ടെ കോൺഗ്രസുകാർ മുന്നിൽ ഉണ്ടാവും എന്നുള്ള കാര്യം തന്നെയാണ്. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ വേണ്ടത്. പാർട്ടി ഒരു അച്ചടക്ക നടപടി എടുത്ത് ഒരാളെ മാറ്റി നിർത്തുമ്പോൾ അയാൾ ഇങ്ങനെ ഒരു MLA സ്ഥാനത്ത് ഇരിക്കുന്ന വ്യക്തി കൂടിയാകുമ്പോൾ അയാളെ അങ്ങനെ അങ്ങ് മാറ്റി നിർത്താൻ കഴിയില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അപ്പോ അയാൾ വരേണ്ടതുണ്ട് പാലക്കാട്ടേക്ക് വരുമ്പോൾ ഓഫ് കോഴ്സ് അയാൾ ഒരു കോൺഗ്രസ്സുകാരനാണ്. അയാളെ പാർട്ടി അച്ചടക്ക നടപടി നേരിടുന്നുണ്ടെങ്കിലും അയാൾ കോൺഗ്രസ്സുകാരനാണ്. അങ്ങനെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ അയാളെ സംരക്ഷിക്കേണ്ടത് പാർട്ടിയുടെ ബാധ്യത തന്നെയാണ്. ആ കാര്യത്തിൽ ഒരു തർക്കമൊന്നുമില്ല. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് പാർട്ടി നേതൃത്വത്തെ മറികടന്ന് ചെയ്യുകയാണ് എന്നും അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം മറികടന്നുള്ള അങ്ങനെ ഒരു ചർച്ചയിലേക്ക് ഇത് കാര്യങ്ങൾ എത്തിക്കേണ്ടതില്ല. കാരണം പാർട്ടിക്ക് ഇത്തരത്തിൽ പൊതുമധ്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ അവിടെ നടപടി എടുക്കാതിരിക്കാൻ കഴിയുകയില്ല. കാരണം പാർട്ടി എന്ന് പറയുന്നത് അത് ഒരാളുടെ മാത്രമല്ല, അതൊരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം തന്നെയാണ് വലുത്. അപ്പോൾ ഒരാളെ മാറ്റി നിർത്തുക എന്നുള്ളത് അത് പാർട്ടിയുടെ ഒരു ആവശ്യമായ അല്ലെങ്കിൽ അത്യാവശ്യമായ ഒരു നടപടിയാണ്. ആ നടപടി എടുത്തെന്ന് കരുതി അയാളെ അങ്ങനെ അങ്ങ് ഒഴിവാക്കി മൂലക്കിരുത്താനും പറ്റില്ല. കാരണം അയാൾ ഒരു MLA സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോ ഒരു പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തി എന്നുണ്ടെങ്കിൽ അയാൾ അങ്ങനെ മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പൊ അയാൾക്കെതിരെ ഉണ്ടാവുന്ന കായികപരമായിട്ടും ഫിസിക്കലിയും ഉണ്ടാവുന്ന പല പ്രതിഷേധങ്ങളെയും നമ്മൾ പ്രതിരോധിക്കേണ്ടി വരും. അത് നിർബന്ധമായും പാർട്ടി ചെയ്യേണ്ടത് തന്നെയാണ്. ഇവിടെ അതൊന്നും ഒരു ചർച്ചാ വിഷയം തന്നെയല്ല. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പാലക്കാട്ടെ പ്രാദേശിക നേതാക്കൾ
അവർ രാഹുലിനുള്ള പിന്തുണ അറിയിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അവർ രാഹുലിന്റെ തിരിച്ചുവരവിനുള്ള കളമൊരുക്കുകയാണ്, വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കുകയാണ്. പാർട്ടി പരിപാടികൾ എന്നല്ല, പരിപാടികൾ MLA എന്ന നിലയിൽ അദ്ദേഹം പങ്കെടുക്കേണ്ട പരിപാടികൾ, അതിന്റെ ആസൂത്രണങ്ങൾ, അതിന്റെ പ്ലാനിങ്ങുകൾ എല്ലാം വളരെ വ്യക്തമായി നടന്നിട്ടുണ്ട്. രാഹുൽ പാലക്കാട്ടേക്ക് തിരിച്ചെത്തുകയാണ്. ഊർജ്ജസ്വലനായിക്കൊണ്ട് പൂർവാധികം ശക്തിയോടുകൂടി അയാൾ പാലക്കാട്ടിന്റെ മണ്ണിൽ ഇനി ഉണ്ടാവും. അത് അയാൾ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾക്ക് ഒരു വിരാമം ഉണ്ടാക്കണം, പൂർത്തീകരണം ഉണ്ടാക്കണം. അതിന്റെ ഗുണഭോക്താക്കൾക്ക് അതിന്റെ ഫലം ലഭിക്കണം. അതിന് പാലക്കാട്ടിന്റെ മണ്ണിൽ അയാൾ ഉണ്ടാവണം. അതിനേക്കാൾ ഉപരി തന്നെ വിജയിപ്പിച്ച് വിട്ടിരിക്കുന്ന പാലക്കാട്ടെ ജനങ്ങൾക്ക് പാലക്കാട്ടിന്റെ മണ്ണിൽ അവരുടെ പരാതികൾ കേൾക്കുവാനും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുവാനും പരിഹാരം കണ്ടെത്തുവാനും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി മുതൽ പാലക്കാട്ടിന്റെ മണ്ണിലുണ്ടാകും. പ്രതിഷേധങ്ങളും ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ആക്രമണങ്ങളും എന്തുണ്ടായാലും എല്ലാത്തിനെയും നേരിടാൻ തയ്യാറാണ്. അതിനുള്ള പിന്തുണ പാലക്കാട്ടിന്റെ മണ്ണിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട്.